ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിഞ്ചർ ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരിമുറുക്കാണ്. ചിലയിടങ്ങളിൽ ഇത് മുള്ളു മുറുക്കെന്നും പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരിമുറുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1/2 കപ്പ് ഉഴുന്ന് വേണം. ഉഴുന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി സ്ട്രെയിനർ ഉപയോഗിച്ച് വെള്ളമൊക്കെ ഒന്ന് അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആകുന്നവരെ വറുത്തെടുക്കുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക. അരിമുറുക്ക് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് അരിപ്പൊടി വേണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 250 ml കപ്പാണ്. ഇനി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അരിപ്പൊടിയും ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ എള്ള്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നുള്ളു കായം. അതിനുശേഷം നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയിൽ സ്റ്റാർ ഷേപ്പിൽ ഒരു അച്ചുണ്ട്. ആ അച്ചാണ് നമുക്ക് ഈ മുറുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. സേവനാഴിയിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് പൊട്ടിപ്പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് വരണം. ഇടയ്ക്ക് പൊട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷമേ മുറുക്കുണ്ടാക്കാവൂ. ഞാൻ 2 അലുമിനിയം ഫോയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുറുക്കിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ചെടുക്കാം. എണ്ണയിലിടുമ്പോൾ എൻഡ് പാർട്ട് വിട്ടുപോകാതിരിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഒരു ചട്ടുക ഉപയോഗിച്ച് ഓരോ മുറുക്കായിട്ട് പതിയെ ഇട്ട് വറുത്തെടുക്കാം. മുറുക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ലപോലെ ബബിൾസൊക്കെ വരും. ഇത് പാകമായി കഴിഞ്ഞാൽ ബബിൾസൊക്കെ നിൽക്കും. ഇതാണ് മുറുക്ക് വേകുന്നതിൻ്റെ ഒരു പാകം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ വറുത്തെടുക്കാം. 2 കപ്പ് അരിപ്പൊടിയിൽ നിന്നും ഒരു 20 അരിമുറുക്ക് വരെ ഉണ്ടാക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ.